ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് അവരുടെ മൈൻഡ് മാറ്റാൻ പറ്റിയേക്കാം. ഇനി ഇന്ത്യയിലെ ആണെങ്കിലും വേൾഡിലെ ആണെങ്കിലും ഡിഫൻസ് സെക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? എല്ലാ മാറ്റങ്ങളും, എല്ലാ ടെക്നോളജിയും ആദ്യം വരുന്നത് ഡിഫൻസിലാണ്. ഇപ്പോൾ ചൈനയൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മളൊക്കെ ആലോചിക്കുന്നതിൻ്റെ 20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ചിലപ്പോൾ അവരുടെ ലാബിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല ആളുകളോടും സംസാരിച്ച വേളയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏകദേശം എല്ലാം ഒരു പാറ്റേൺ ആയിരിക്കും. ഇതിനെന്താണ് സൊല്യൂഷൻ ഉള്ളത്? നമ്മളുടെ വീട്ടിൽ തന്നെ, അവരവരുടെ വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എല്ലാത്തിനെയും. ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. കുട്ടികളും മൊത്തത്തിൽ സ്വാതന്ത്ര്യത്തോടെ പോയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം കൂടി അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ ടെക്നോളജി പരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ചേട്ടനെ അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും ടെക്നോളജികൾ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരിപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ പറഞ്ഞു, മന്ത്രങ്ങൾ ഉപയോഗിച്ച് മിസൈലിൻ്റെ കാര്യമാണെങ്കിലും ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ മൈൻഡ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയെ പറ്റിയൊക്കെ പറഞ്ഞു. എനിക്കൊന്നും ഇതെല്ലാം നമ്മൾ സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു അത്ഭുതകരമായ ടെക്നോളജി അങ്ങനെ എന്തെങ്കിലും? അതൊന്നും അങ്ങനെ പ്രത്യേകിച്ച്, കാരണം ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് മനസ്സിലായി. ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ ഈ ബ്രെയിനിലെ നമ്മുടെ ചിന്തകളെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല. ഇപ്പം പലരും ചില ആരെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടേ ഉണ്ടാവും. എനിക്കൊന്ന് എലോൺ മസ്കിന്റെ ന്യൂറാലിങ്കുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് വരാൻ പറ്റിയേക്കും. അപ്പം അതെന്ന് പറയുന്നൊരു വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഡിഫൻസ് മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് അവരുടെ മൈൻഡ് മാറ്റാൻ പറ്റിയേക്കാം. അതായത് ഇവിടുന്ന് നരേന്ദ്രമോദി യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറ്റാം, അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് മാറ്റാം. പ്രഖ്യാപിക്കുന്നു നമ്മൾ അറിയുമ്പോൾ പ്രഖ്യാപിക്കാൻ നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്യുന്നു വെച്ചു. ഉദാഹരണത്തിന് അവിടെ ഇതെല്ലാം ഒരു സെറ്റ് മോഡ്യൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക് സെറ്റപ്പ് എല്ലാം ഉണ്ടെന്ന് വെച്ചു, കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ചാരന്മാർക്ക് പകരം ഈ ഡിവൈസുകൾ നമുക്കിവിടെ ഇൻഫർമേഷൻ തരുന്നു. ഇപ്പം ഒരു ഇത്ര നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര മാസം കഴിയുമ്പോഴത്തേക്ക് അവർ വേൾഡ് വാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മളതിന് ഇവിടുത്തെ എക്യുപ്മെൻസിനെ, മിസൈലൊന്നുമില്ല, അല്ലാതെ തന്നെ തരംഗങ്ങളെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൈൻഡിൽ ചേഞ്ച് വന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ഇമാജിനേഷൻ മാത്രമാണ്. നാളെ ഇങ്ങനെ സംഭവിച്ചു കൂടാ എന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിനകത്തൊരു നെഗറ്റീവ് കമൻറ്റ് വരേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. മനസ്സിലായി. അപ്പം ഇങ്ങനെ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയാനൊക്കെ ഇല്ല, ഇങ്ങനെ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇനി ഇന്ത്യയിലെ ആണെങ്കിലും വേൾഡിലെ ആണെങ്കിലും ഡിഫൻസ് സെക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? എല്ലാ മാറ്റങ്ങളും, എല്ലാ ടെക്നോളജിയും ആദ്യം വരുന്നത് ഡിഫൻസിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒക്കെ അറിയാവുന്ന നമ്മുടെ LED ബൾബില്ലേ, അതുപോലെ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിലാണ്. അവിടുത്തെ ടെക്നോളജിയിലാണ് എല്ലാ കാര്യവും ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതല്ല, യൂസ് ചെയ്യുന്നത്. കാരണം എങ്കിൽ മാത്രമേ അത് രാജ്യത്തിന് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും വരാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം യുദ്ധത്തിന്റെ പാറ്റേണുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും എനിക്ക് തോന്നുന്നു അനുഭവങ്ങളുണ്ട്. അതെ, ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാം ഡ്രോൺ ഉപയോഗിച്ചാണല്ലോ. ഒരു കാലഘട്ടം കഴിഞ്ഞ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഡ്രോണൊന്നും അറിയില്ല, അത് ശ്രദ്ധിക്കുന്ന പോലെ. നേരത്തെ മിസൈലിന് ഡ്രോൺ ആയല്ല. അപ്പം നാളെ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു വേവ്സ് സെൻഡ് ചെയ്യത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം ഇതെന്ന് പറയുന്നത് എല്ലാവരും കണ്ടു, ശബ്ദങ്ങളുണ്ടായി, വലിയ വലിയ സ്ഫോടനങ്ങളുണ്ടായി, എല്ലാവരും പേടിച്ച് പാനിക്കായിട്ടിരിക്കുന്നു. മറ്റൊന്നും ആരും അറിയില്ല യുദ്ധം നടന്നു കഴിഞ്ഞാലും. മനസ്സിലായല്ലേ? വേവുകൾ പോകുന്നു, അവിടുത്തെ വേവുകൾ ഡിറ്റക്ട് ചെയ്യുന്ന മെഷീനുകൾ അതിനെ, ഇല്ലെങ്കിൽ അതിനകത്ത് അവിടുത്തെ മെഷീൻസിനെല്ലാം വേണം ജാം ചെയ്യാൻ പറ്റിയേക്കാം. എന്താണെങ്കിലും ഒരു ഡിഫൻസ് സെക്ടർ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും സെക്ടർ ഉണ്ട്. ആളുകളുടെ മൈൻഡ് മാറ്റുന്ന മെഷീൻ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറ്റാനുള്ള മെഷീനുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രോൺ ഉണ്ട്, ആന്റി-ഡ്രോൺ സിസ്റ്റം ഉണ്ട്. ആന്റി-ഡ്രോൺ എന്ന് പറയുമ്പോൾ ഡ്രോണിനെ ജാം ചെയ്യിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനും ഉണ്ടാവും, ഇതിന് തിരിച്ചുണ്ടാവും. അപ്പോഴത്തേക്ക് ചിലപ്പോൾ വലിയ വാർ തന്നെ ആവാം.
മനസ്സിലായില്ല. അപ്പോൾ പക്ഷേ ഇപ്പോഴുള്ള യുദ്ധങ്ങളെല്ലാം അണുകേന്ദ്രീകൃതമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണ പോലും ഒരു യുദ്ധത്തിന്റെ ബയോളജിക്കൽ വാർ, ബയോ വാർ എന്ന് പറയാം. ബയോ വാർക്ക് ഉണ്ട്. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ജസ്റ്റ് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറസിനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വാർ തന്നെ നടക്കും. അതിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ചുമ്മാ ആലോചിച്ച് പറയാമെന്നുള്ളതല്ലാതെ അതിനകത്തൊരു വ്യത്യാസമില്ല. പക്ഷേ ഇപ്പം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നാളെ ഇപ്പം ചൈനയൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മളൊക്കെ ആലോചിക്കുന്നതിൻ്റെ 20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ചിലപ്പോൾ അവരുടെ ലാബിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ചില യുദ്ധങ്ങൾ അങ്ങനെ നടക്കുന്നു എന്ന് പറയുമെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വാറിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ, ജോലിയില്ലായ്മ, ടെൻഷൻ, യുവാക്കളുടെ ഇടയിൽ, ജെൻസി തലമുറയുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ജ്യോതിഷനാണെങ്കിൽ അങ്ങനെ അടുത്തേക്ക് വരുന്ന യുവാക്കൾക്കെല്ലാം ഏകദേശം ഒരു പാറ്റേൺ ഉണ്ടാകും. അപ്പോൾ ഞാൻ പല ആളുകളോടും സംസാരിച്ച വേളയിൽ മനസ്സിലാക്കിയൊരു കാര്യം, ഏകദേശം എല്ലാം ഒരു പാറ്റേൺ ആയിരിക്കും. ഒന്നെങ്കിൽ ഇത്തരത്തിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, യുവാക്കളുടെ ജീവിതത്തിൽ വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇതിന് ഒരു അസ്ട്രോളജിസ്റ്റ് എന്ന നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിനെന്താണ് സൊല്യൂഷൻ ഉള്ളത്? ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഇപ്പം ശരിയാണ് ഈ പറഞ്ഞത്. ഒരു പാറ്റേൺ ഒരു 50% എബോവ് ഒരു പാറ്റേണിൽ തന്നെയാണ്, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ബാലൻസ് ഒരു 40% ആണ് ബാക്കിയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്നതെന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു അതിഭയാനകമായ കാര്യങ്ങളുമായിട്ട് വരുന്ന ആളുകളുമുണ്ട്. അപ്പം വരുന്നത് ഈ യുവജനങ്ങളായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ അവർ വരും, ചിലപ്പോൾ അവരുടെ പേരൻസ് വരും. അപ്പം അതിനകത്ത് എനിക്ക് ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ പറയാനുള്ളത്, നമ്മളുടെ വീട്ടിൽ തന്നെ, അവരവരുടെ വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എല്ലാത്തിനെയും. ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ ആർക്കും സംസാരിക്കാൻ പോലും സമയമില്ല തമ്മി. അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിത് പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടികളും മൊത്തത്തിൽ സ്വാതന്ത്ര്യത്തോടെ പോയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം കൂടി അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം പേപ്പർ എടുത്ത് നോക്കിയാൽ ഇന്ന് യാദൃശ്യമായിട്ട് കണ്ടൊരു ന്യൂസാണ്. ഏതോ തീപ്പെട്ടി ചോദിച്ചനോ അങ്ങനെന്തോ എന്താണെന്ന് ചോദിച്ചതിന് തല്ലിയെന്ന് അടിച്ചെന്നോ ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ആളുകളുടെ ഒരു മാനസികാവസ്ഥ. അപ്പം പണ്ടെന്ന് പറയുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ആൾക്ക് പറ്റുമായിരുന്നു. ഇപ്പം അവരവർക്ക് പറ്റുന്നില്ല അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, ഈ ജെൻസി തലമുറയ്ക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. യാഥാർത്ഥ്യമാണ്. എനിക്കൊന്ന് കോവിഡ് വന്നത് വലിയ രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ജെൻസി തലമുറയിലെ കുട്ടികളൊന്നും ചിരിക്കാറില്ല, ഇമോഷൻസ് പ്രകടിപ്പിക്കാറില്ല എന്നുള്ള പഠനങ്ങൾ പഠനങ്ങളല്ല, നമ്മുടെ അടുത്ത് വരുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. ഈ പറഞ്ഞത് ശരിയാണ്. വികാരങ്ങളൊന്നുമില്ലാത്ത ജീവികളായിട്ടൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവർക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. അപ്പം അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ആളുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവരവരുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സാഹചര്യം മാറ്റിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവരടുത്താണെങ്കിൽ ആദ്യം ഞാൻ പറയും ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഹോസ്പിറ്റലിൽ പോയി അവരുടെ കാര്യങ്ങൾ മെഡിസിൻ കൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളിലൂടെ നമുക്കറിയാവുന്ന സയൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സയൻസിലൂടെ മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ജനിക്കുന്ന ജാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടെത്താമെന്ന് പറയുന്നത്. അപ്പം ഈ വരുന്ന ആളുകളുടെ എല്ലാം ജാതകം ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണോ, അതോ? ഇല്ല, അങ്ങനെ വരത്തില്ല. ഇപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് ചിലപ്പം എന്ന് വെച്ചാൽ നേരത്തെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഇത്രയും എളുപ്പം കാര്യങ്ങൾ ഗ്യാദർ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പം 2 സെക്കൻഡ് കൊണ്ട് ഇപ്പം എന്തൊക്കെ ഇൻഫർമേഷൻ ഇഷ്ടം പോലെ കിട്ടും. സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം. മറ്റൊന്ന് പറയുന്നത് അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആളുകൾ എളുപ്പം പെട്ടെന്ന് പാനിക്കാം. മറ്റൊന്ന് പറയുന്നത് ഓക്കെ, അവനോട് തന്നെ സമാധാനിപ്പിക്കാനുള്ളൊരു ഈ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി പവർ തലച്ചോറിനും ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല ആളുകൾക്ക്.
അപ്പോൾ അതുകൊണ്ട് ആ റെസിസ്റ്റൻസ് പവർ ഇപ്പം വളരെ കുറഞ്ഞിരിക്കുക ആളുകളുടെ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരവരുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവരെ ആരാണോ ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത് അവർ തന്നെ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം മെൻ്റലിയോ അല്ലെങ്കിൽ അല്ല ഫിസിക്കലോ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ആദ്യം തീർക്കണം. എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലോട്ട് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. അതും പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ രീതിയിലൂടെ പോകേണ്ടി വരും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വിളിക്കാം. താങ്ക് യു.